ഏറ്റവും ബന്ധം സൂപ്പർ താരങ്ങളിലെ മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി. എനിക്ക് അങ്ങനെ സൂപ്പർ സ്റ്റാറുകളായിട്ടൊരു ബന്ധങ്ങളില്ല. അങ്ങനെ ഒരു അടുത്ത ബന്ധം ഇല്ല. ഫോണിൽ ഫോണിൽ കൂടെ അങ്ങനെ സംസാരിക്കാൻ കാണുമ്പോൾ സംശയം, അല്ലാണ്ട് റെഗുലറായിട്ടുള്ള ഒരു ഫോൺ ചെയ്ത് എന്താ വിശേഷം അങ്ങനെ ചെയ്യുന്നില്ല. ഞാൻ താഴെ കിടക്കുന്ന കുറേ ആർട്ടിസ്റ്റുകളായിട്ട് എനിക്ക് എപ്പോഴും ബന്ധമുണ്ട്. ഞാൻ വിജയരാഘവൻ, മോഹൻ ജോസ്, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അവരായിട്ടുള്ള ബന്ധം ഞങ്ങൾ ബന്ധം ഇപ്പോഴും നിലനിർത്തുന്നുണ്ട്. മറ്റേ സൂപ്പർ സ്റ്റാർഡത്തിലേക്ക് പോകാനായിട്ട് എനിക്ക് താല്പര്യമില്ല. ആ ഒരു കമ്പനിയിലേക്ക് എന്തോ എൻ്റെ മാനസികമായിട്ട് എനിക്കത് ആകാരസൗഷ്ഠവം, ശബ്ദഗാംഭീര്യം, അങ്ങനെ ഒരു സൂപ്പർ താരമാകേണ്ട നടനാണ് ദേവൻ എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞാൻ വളരെ ചെറുതിലെ മുതൽ താങ്കളുടെ സിനിമകൾ കണ്ടൊരു ആരാധകനാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ദേവൻ സൂപ്പർ സ്റ്റാർ ആകാതിരുന്നത്? അതിനുള്ള ശ്രമം ഉണ്ടായില്ല എന്നുള്ളതാണോ? അല്ല സിനിമയിൽ നമ്മൾ അങ്ങനെ ശ്രമിച്ചാലൊന്നും കിട്ടുന്നതല്ല സൂപ്പർ സ്റ്റാർ. അത് സംഭവിക്കുന്നതാണ്. അത് നമ്മൾ വിചാരിച്ചാൽ ഞാനൊരു സൂപ്പർ സ്റ്റാർ ആകുമെന്ന് പറഞ്ഞിട്ട് ആർക്കും വന്നാലും പറ്റില്ല. ഇപ്പം മമ്മൂട്ടി വന്നതും മോഹൻലാൽ വന്നതും സൂപ്പർ സ്റ്റാർ ആയിട്ടില്ല. അവർ ചെറിയ വേഷങ്ങളിൽ വന്നു, അവർ വില്ലൻ വേഷങ്ങളിൽ വന്നു. അങ്ങനെ പടിപടിയായി കഷ്ടപ്പെട്ടിട്ട് ആ എക്സ്പീരിയൻസ് കൊണ്ട് പതുക്കെ കയറി വർഷങ്ങൾ എത്രയായി. ഈ സിനിമയിലെ കോക്കസുകളുടെ ഭാഗമാകാതിരുന്നത് ഒരു പ്രധാനപ്പെട്ട റീസണായി തോന്നുന്നുണ്ട്. അതുണ്ട്. ഷാജി കൈലാസ്, സുരേഷ് ഗോപിക്ക് ഷാജി കൈലാസ് ഉണ്ടായിരുന്നു, മോഹൻലാലിന് പ്രിയദർശൻ ഉണ്ടായിരുന്നു, മമ്മൂട്ടിക്ക് പ്രധാനപ്പെട്ട ഐ വി ശശി ജോഷി പോലെ സംവിധായകരുണ്ടായിരുന്നു. എനിക്കൊരു മെൻറ്റർ ഇല്ലായിരുന്നു. എനിക്കങ്ങനെ ഒരു മെൻറ്റർ എനിക്ക് എന്തോ അറിയില്ല, അങ്ങനെ ഒരു ഉണ്ടായില്ല. ഇപ്പോൾ ജോഷിയേട്ടനൊക്കെ നായർ സാബ് എന്ന പടത്തിന് ശേഷം എന്നെ നായകനാക്കിയിട്ട് സിനിമ പിടിക്കാനുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ഹരിഹരൻ സാറിനെ എന്നെ നായകനാക്കി പിടിക്കാനുള്ള പരിപാടി ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഈ കോക്കസിൻ്റെ കൈപ്പെട്ട് എല്ലാം അസ്തമിക്കേണ്ടി വന്നു. അത്രേ പറയാനുള്ളൂ, കൂടുതൽ പറയാനില്ല.